നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. വാൽപ്പാറ അപകടത്തിൽ ആ വാൻ ഓടിച്ചിരുന്നത് വാനിൻ്റെ ഡ്രൈവർ ആയിരുന്നില്ല. ടെമ്പോ ട്രാവലിൻ്റെ ഡ്രൈവറിന് പകരം സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ വാഹനം ഓടിക്കുകയായിരുന്നു. ട്രാവൽ ഡ്രൈവർ ഹാഫിസിന് പകരം യാത്രാ സംഘത്തിൽ ഉൾപ്പെട്ട സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് വാഹനം ഓടിക്കുകയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റേതാണ് ഈ കണ്ടെത്തൽ. 16 നമ്പർ വളവിലെ വ്യൂ പോയിന്റിൽ യാത്രാ സംഘം ഇറങ്ങിയിരുന്നു. പിന്നീട് സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ ട്രാവലർ ഓടിക്കാനായി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. 13 പേർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ അപകടത്തിൽ 9 പേരാണ് മരിച്ചത്. 4 പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നൌഷാദ് അലി, മുഹമ്മദ് ഫായിസ് എന്നിവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിലുള്ള സഹദീൻ മുഹമ്മദിനെ വാർഡിലേക്ക് മാറ്റി. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മസ്നിനെ വാർഡിലേക്ക് മാറ്റി. മസ്നിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഡോക്ടർമാർ പറയുന്നു. വാൽപ്പാറ അപകടത്തിൽ പരിക്കേറ്റവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് തങ്ങളും ചെയ്യുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം. അവർ സഞ്ചരിച്ചിരുന്ന വാൻ വെള്ളിയാഴ്ച വൈകുന്നേരം 5:20 വാൽപ്പാറ ചുരം റോഡിൽ 300 അടി താഴ്ചയിലേക്ക് പതിച്ചത്. കാഴ്ചകളൊക്കെ കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13ാം ഹെയർ പിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9ാം വളവിലേക്ക് വീഴുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായ സ്ഥലം. ഈ ട്രാവലർ വാടകയ്ക്കെടുത്തത് പെരിന്തൽമണ്ണയിൽ നിന്ന്. ഡ്രൈവർ ഉൾപ്പെടെ 13 പേർ യാത്ര ചെയ്യുന്നു. മരിച്ചവരുടെ സംസ്കാരം ഇന്നലെ പൂർത്തിയാക്കി. മജീദ് മാസ്റ്റർ, ഭാര്യ റുക്കിയ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ പാങ്ങ് മട്ടാത്ത് ജുമാ മസ്ജിദിൽ നടന്നു. അധ്യാപകരായ റംല, ഷക്കീല എന്നിവരുടെയും പാചകത്തൊഴിലാളി സാജിദയുടെയും സംസ്കാര ചടങ്ങുകൾ നടന്നത് പാങ്ങ് വലിയ ജുമാഅത്ത് പള്ളിയിൽ. സുഹ്റയുടെയും മകൻ ഹിഷാമിൻ്റെയും ഖബറടക്കം ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദിൽ. അധ്യാപിക അജിതയുടെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത്. ആശയുടേത് കൊളത്തൂർ തറവാട്ട് വീട്ടിൽ. ട്രാവലർ ഓടിച്ചു പരിചയമില്ലാത്ത സ്കൂൾ ബസ് ഡ്രൈവർ. എന്നാൽ സ്കൂൾ ബസ് ഡ്രൈവർക്ക് 39 വയസ്സ് പ്രായമുണ്ട്. ഇയാൾ ദീർഘകാലമായി സ്കൂൾ ബസ് ഓടിക്കുന്നു. എത്ര പരിചിതമുള്ള ഡ്രൈവറാണെങ്കിലും ഹെയർ പിൻ വളവുകളിൽ വെച്ച് അപരിചിതമായൊരു വാഹനം കയ്യിലെടുത്താൽ അത്ര സുരക്ഷിതമായിരിക്കില്ല. അതാവാം ഒരുപക്ഷെ വാൽപ്പാറ അപകടത്തിൻ്റെ കാരണവും. സ്കൂളിൻ്റെ വികസനത്തിന് കൈകോർത്ത ഒരു കൂട്ടം അധ്യാപകരുടെ അധ്വാനത്തിന് ലഭിച്ച മധുര വിജയം. അത് ആഘോഷിക്കാൻ അധ്യാപകർ പെട്ടെന്നെടുത്ത ഒരു തീരുമാനം. പാങ് പള്ളിപ്പറമ്പിലെ ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകർ സംഘടിപ്പിച്ച പായസ ചലഞ്ച് വൻ വിജയമായി. ആ സന്തോഷം പങ്കിടാൻ അവർ തിരഞ്ഞെടുത്തത് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ഒരു ഉശിരൻ ടൂറ്. അങ്ങനെ അധ്യാപക സംഘം വാൽപ്പാറയിലെത്തി. സ്കൂളിൻ്റെ പുരോഗതിക്ക് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച അധ്യാപകർ പാട്ടുപാടിയും കൈകൊട്ടിയും പൊട്ടിച്ചിരിച്ചുമൊക്കെ തങ്ങളുടെ ആ ടൂർ ആഘോഷമാക്കി. ഒടുവിൽ ആഹ്ലാദയാത്ര ഒരു കണ്ണീർ കടലിൽ അവസാനിക്കുന്നു. പായസ ചലഞ്ചിൻ്റെ വിജയത്തിന് പിന്നാലെ അധ്യാപകർക്കായി ഒരുക്കിയ ഒരു സർപ്രൈസ് യാത്ര. യാത്രയുടെ തുടക്കത്തിൽ ട്രാവലർ വാനിനുള്ളിൽ സന്തോഷം പങ്കിടുന്ന അധ്യാപകരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. എന്നാൽ അന്ന് വൈകിട്ടോടെ ആ ചിത്രങ്ങൾക്ക് പകരം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കണ്ണീർ ചിത്രങ്ങളാണ്. ആളിയാർ വാൽപ്പാറ റൂട്ടിലെ ചതിക്കുഴികൾ നിറഞ്ഞ ഹെയർ പിൻ വളവുകൾ. ഡ്രൈവർക്ക് ചെറിയൊരു അശ്രദ്ധ സംഭവിച്ചാൽ വലിയ ദുരന്തങ്ങൾക്കാവും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക. ഈ റൂട്ടിലെ ഏറ്റവും അപകടം പിടിച്ച വളവാണ് 13ാം നമ്പർ വളവ്. ഈ ഭാഗം വളരെ ഇടുങ്ങിയത്, അപകടം നിറഞ്ഞത്. മുകളിൽ നിന്ന് താഴേക്ക് വാഹനവുമായി ഇറങ്ങി വരുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം. കയറിപ്പോകുന്ന അതേ ഗിയറിൽ തന്നെ ഇറങ്ങി വരാവൂ എന്നാണ് ഡ്രൈവിംഗ് എക്സ്പേർട്ടുകൾ പറയുന്നത്. വാൽപ്പാറ റൂട്ടിലെ സുരക്ഷാ പാളിച്ചകളെക്കുറിച്ച് ഏറെക്കാലമായി ആളുകൾ ആക്ഷേപമുന്നയിക്കുന്നു. എന്നാൽ തുടർച്ചയായി അധികൃതർ കണ്ണടയ്ക്കുകയാണ്. ശക്തമായ സുരക്ഷാ മതിലുകൾ അവിടെയില്ല. വളവുകളിൽ റോഡിൻ്റെ വീതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി അവിടെ ഉയർന്നു കേൾക്കുന്നു. സുരക്ഷാ ഭിത്തികളുടെ ഉയരം 4 അടിയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഏറെക്കാലമായി ഉയരുന്നു. നിലവിൽ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് പൈപ്പുകൾ വലിയ ആഘാതങ്ങളെ താങ്ങാൻ അവയ്ക്ക് കഴിയില്ല. എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയുന്നില്ല.
അവിടെ സ്ഥാപിച്ചിരിക്കുന്ന സെൻസർ ലൈറ്റുകളും മുന്നറിയിപ്പ് പോസ്റ്റുകളുമൊക്കെ പ്രവർത്തിക്കുന്നില്ല മിക്ക സ്ഥലങ്ങളിലും. മൂടൽമഞ്ഞും മഴയുമുള്ള സമയങ്ങളിൽ അത്യന്തം അപകടം നിറഞ്ഞ ദുഷ്കര യാത്രയാണ് ആ ഹെയർപിൻ വളവുകളിലൂടെയുള്ളത്. അപകടം നടന്ന 4-ാം വളവിനും 13-ാം വളവിനും ഇടയിൽ പലപ്പോഴും വാഹനങ്ങൾ അമിത വേഗതയിലാണ് പാഞ്ഞു വരുന്നത്. ഇടുങ്ങിയ വളവുകളിൽ പോലും വലിയ വാഹനങ്ങൾ വേഗത കുറയ്ക്കാതെ തിരിക്കാൻ ശ്രമിക്കുന്നത് നിത്യ സംഭവങ്ങളാണ്. പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്ക് പോലും വാഹനങ്ങൾ നിയന്ത്രിക്കുക പ്രയാസകരം. അപ്പോൾ പിന്നെ ഈ ട്രാവലറുമായി കാര്യമായി പരിചയമില്ലാത്ത സ്കൂൾ ഡ്രൈവർ പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്നാലത്തെ സ്ഥിതി എന്താണ്? അതായിരിക്കാം ഒരുപക്ഷെ അവിടെ സംഭവിച്ചത്. സ്കൂളിലെ അധ്യാപകരൊക്കെയായി ഡ്രൈവർക്ക് വലിയ അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ ഡ്രൈവർ വാഹനം ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഇനി സ്പീഡ് വർദ്ധിപ്പിച്ചിരുന്നു. യാത്രയിലുടനീളം അധ്യാപകർ സോഷ്യൽ മീഡിയയിലൂടെ ഈ യാത്രയുടെ വീഡിയോകളും ഫോട്ടോകളുമൊക്കെ പങ്കുവച്ചിരുന്നു. അവരുടെ ആഹ്ലാദം അതാണ് നമ്മെ ഏറെ കരയിപ്പിക്കുന്നത്. ഇപ്പോൾ മലയോര പാതകളിലെ സുരക്ഷാ വീഴ്ചകൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇപ്പോൾ വാൽപ്പാറയിൽ നടന്ന ഈ ദുരന്തം. വിനോദയാത്രകൾ മരണയാത്രകളായി മാറാതിരിക്കാൻ അധികൃതർ കണ്ണു തുറക്കണം. കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്രേക്ക് പെട്ടെന്ന് ഇല്ലാതാവുന്ന അവസ്ഥയാണ് ബ്രേക്ക് ഫേഡിംഗ്. ഇത്തരമൊരവസ്ഥയിൽ വാഹനം പരിചിതമല്ലാത്ത ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോഴത്തെ കൂടുതൽ അപകടകരമായ അവസ്ഥ. മലയോര പാതകളിൽ ഡ്രൈവർമാരുടെ പേടി സ്വപ്നമാണ് ബ്രേക്ക് ഫേഡിംഗ്. അമിത ഉപയോഗം കാരണം ലൈനർ ചൂടായി ബ്രേക്ക് നഷ്ടമാകുന്ന അവസ്ഥയാണിത്. ഇതിനേക പോംവഴി അമിത ബ്രേക്ക് ഉപയോഗം ഒഴിവാക്കുക എന്നത് മാത്രം. വാഹനം ഏത് ഗിയറിലാണോ മുകളിലേക്ക് കയറിപ്പോകുന്നത് അതേ ഗിയറിൽ തന്നെ താഴേക്ക് ഇറക്കണമെന്ന വ്യവസ്ഥ. സെക്കൻഡ്, തേർഡ് ഗിയറുകളിൽ വാഹനം ഇറങ്ങുമ്പോൾ എഞ്ചിൻ്റെ കർഷണം കാരണം വാഹനത്തിൻ്റെ വേഗം കുറയും. ബ്രേക്ക് കാര്യമായി ഉപയോഗിക്കാതെ വേഗം നിയന്ത്രിച്ചിറങ്ങാൻ കഴിയും. സിറ്റി, ഹൈവേ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മലയോര പ്രദേശങ്ങളിലേത്. കാണുമ്പോൾ നമുക്ക് എളുപ്പം ചവിട്ടി നിർത്താം എന്നൊക്കെയുള്ള തോന്നൽ, എന്നാൽ പലപ്പോഴും ബ്രേക്ക് കിട്ടാതെ വരും. ടോപ്പ് ഗിയറുകളിൽ കൂടുതൽ വാഹനമോടിച്ച് പരിചിതരായവർ മലയോര പ്രദേശങ്ങളിലെത്തുമ്പോഴും ഇതേ രീതി പിന്തുടരും. എതിർവശത്തു നിന്ന് വാഹനം വന്നാൽ പെട്ടെന്ന് ചവിട്ടി വേഗത കുറയ്ക്കാം എന്നതാണ് അവരുടെ ചിന്ത. ഹെയർപിൻ വളവുകൾക്കിടയിൽ നിശ്ചിത ദൂരം റോഡ് നേർരേഖയിലായിരിക്കും. ഈ ഭാഗത്ത് വേഗമെടുക്കുകയും വളവെത്തുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് വേഗം കുറയ്ക്കുകയുമാവും ഈ ഡ്രൈവർമാരുടെ ലക്ഷ്യം. 1-2 വളവുകളാണെങ്കിൽ ഇതൊക്കെ എളുപ്പം ചെയ്യാൻ കഴിയും. എന്നാൽ തുടർച്ചയായി 40-ലധികം ഹെയർപിൻ വളവുകൾ. അവിടെയാണ് വാൽപ്പാറ ചുരത്തിൽ ഒളിച്ചിരിക്കുന്ന അപകടം. സംസ്ഥാനത്തേറെ പ്രചാരത്തിലുള്ള മിനി ബസ് മോഡലിന് ബ്രേക്ക് ഫേഡിംഗ് അപകടം സ്ഥിരമാണ്. ഭാരസന്തുലനം നഷ്ടമാകുന്ന വിധം വാഹനങ്ങളിൽ നടത്തുന്ന രൂപമാറ്റവും അപകടത്തിന് കാരണമാകും. മോട്ടോർ വാഹന വകുപ്പ് ഈ ട്രാവലർ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. മലയോര മേഖലകളിൽ ദൂരക്കാഴ്ച പരിമിതമായിരിക്കും എന്ന ഓർമ്മയോടെയാവണം ഡ്രൈവിംഗ്. വളവിറക്കം എന്നിവയുടെ തീവ്രത അത്രയേറെ മനസ്സിലാക്കാൻ കഴിയില്ല. എതിർദിശയിൽ നിന്ന് വാഹനം വരുന്നതുൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്ന് റോഡിൽ നിന്നും വാഹനം ഓഫ് റോഡിലേക്ക് ഇറക്കാൻ കഴിയില്ല. കോടമഞ്ഞ് പലപ്പോഴും കാഴ്ച മറയ്ക്കും. വളവുകളിൽ മറികടക്കാനുള്ള ശ്രമം നടത്തരുത്. എപ്പോഴും അപകട സാധ്യത മുൻനിർത്തിയുള്ള ഒരു ഡിഫൻസീവ് ഡ്രൈവിംഗ് ആണ് ഇത്തരം മേഖലകളിൽ ഉചിതം. പലപ്പോഴും വിനോദയാത്ര പോകുന്നവർ റൂമിൻ്റെ ചെലവ് കുറയ്ക്കാനും മറ്റ് ചെലവുകൾ കുറയ്ക്കാനും രാത്രികാലങ്ങളിൽ യാത്രയും പകൽ സൈറ്റ് സീയിങ്ങും ഇത്തരമൊരു ശീലമാണ് അനുവർത്തിക്കുന്നത്. ഇവിടെ വലിയൊരു അപകടം പതിയിരിക്കുന്നു. ഡ്രൈവർമാരുടെ ഉറക്കക്ഷീണം. കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് എപ്പോഴും മുൻഗണന നൽകണം. അവർക്ക് പലപ്പോഴും വെട്ടിത്തിരിച്ച് സൈഡിലേക്ക് ഒതുക്കാൻ കഴിയില്ല. പാങ് സ്കൂളിലെ പ്രധാന അധ്യാപിക അടക്കമുള്ളവർ മരിച്ചു. ഒരു സ്കൂളിനെ മുന്നോട്ട് നയിച്ച ഏതാണ്ട് എല്ലാ അധ്യാപകരെയും മരണം കവർന്നു. പാങ് സ്കൂളിലെ ജീവനക്കാരിൽ ഇനി അവശേഷിക്കുന്നത് 3 അധ്യാപകരടക്കം 4 പേർ മാത്രം. വേനലവധി ആഘോഷിക്കാൻ ആതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ എന്നിവിടങ്ങൾ സന്ദർശിക്കാൻ പോയതായിരുന്നു ആ വിനോദയാത്രാ സംഘം. 13 പേർ സഞ്ചരിച്ചിരുന്ന മിനി ട്രാവലർ 13-ാം നമ്പർ ഹെയർപിൻ വളവ് തിരിയുന്നതിനിടെ വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടമാകുന്നു. വാഹനം നേരെ പതിച്ചത് 9-ാം വളവിലേക്ക്. 9 പേരാണ് മരിച്ചത്. ഈ പാതയിൽ ആളിയാറിനും അട്ടകട്ടിക്കുമിടയിൽ 13 കിലോമീറ്ററിൽ 20 കൊടും വളവുകൾ. വീതി കുറഞ്ഞ റോഡ്, കുത്തനെയുള്ള ഇറക്കം. ഏത് നിമിഷവും അപകടം സംഭവിക്കാം. പലപ്പോഴും എതിരെ വരുന്ന വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ പോലും കഴിയില്ല. ചുരമിറങ്ങുമ്പോൾ വാഹനം ഇടയ്ക്ക് നിർത്തി വന്നില്ലെങ്കിൽ ബ്രേക്ക് ഡ്രം ചൂടാകും എന്ന ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവണം.
നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങളിൽ പൊലിയുന്ന ജീവനുകൾക്കൊരു കയ്യും കണക്കുമില്ലാതായിരിക്കുന്നു. എത്ര കുടുംബങ്ങളുടെ സന്തോഷമാണ് ഇത്തരം അപകടങ്ങൾ ഇല്ലാതാക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, വാൽപ്പാറ ദുരന്തം വരുത്തിവെച്ചത്. സ്കൂൾ ബസ് ഡ്രൈവർ എന്തിന് ആ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഡ്രൈവ് ചെയ്തു? പലപ്പോഴും അതിവേഗവും ഡ്രൈവിംഗിലെ ധാർഷ്ട്യവും അടക്കമുള്ള കാരണങ്ങളാണ് അപകടങ്ങളുടെ മുഖ്യ കാരണം. കഴിഞ്ഞ 2 ദിവസമായി കണ്ണീർ കടലിലാണ് കേരളം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.